കാറിനകത്ത് കാശുണ്ട്. പക്ഷേ 60 ലക്ഷം പിടി വീണ് കഴിഞ്ഞാ പിന്നെ ബ്ലാക്ക് മണിയാ. അങ്ങനെ പിടിയൊന്നും വീഴത്തില്ലെന്നേ. ഞാൻ എത്ര ബ്ലാക്ക് കൈകാര്യം ചെയ്തിട്ടുള്ളതാ. പൈസ തന്നു കഴിഞ്ഞാ അത് വൈറ്റാക്കാനൊക്കെ എനിക്കറിയാം. പക്ഷേ എനിക്ക് പേടിയാ. കാരണം ഇത്രയും തുക കൈക്കൊണ്ട് നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ. ഒരിക്കൽ കൊണ്ട് നടന്നു കഴിഞ്ഞാ പിന്നെ പേടിക്കാനൊന്നുമില്ല. ആ, അപ്പോ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പണം വാങ്ങിയിട്ട് നന്ദികേട് കാണിക്കരുത്. മോനെ അനന്തു, ജീവിക്കാൻ ഒരു മാർഗമില്ലാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു അവസരം മുതലാക്കിയത്. എന്ന് വെച്ച് പറഞ്ഞുറപ്പിച്ച തുക വാങ്ങിയിട്ട് ഞാൻ ഒരിക്കലും ഇനി നിന്നെ ശല്യം ചെയ്യില്ല. ശല്യം ചെയ്താലും കിട്ടില്ല. അങ്ങനെ വാശിയൊന്നും വേണ്ടടാ മോനെ, വാങ്ങാനൊക്കെ എനിക്കറിയാം. ആ, നീ വെറുതെ സംശയിച്ചും തർക്കിച്ചു നിൽക്കാതെ പൈസ ഇങ്ങോട്ട് എടുക്ക്. അതുകൊണ്ട് ഞാൻ പോകാൻ നോക്കട്ടെ. ആ, നിങ്ങൾ വാ. ഓ, വരാം. അല്ല, ഇവരൊക്കെ ഇവരാണ് പൈസ ആയിട്ട് വന്നിരിക്കുന്നത്. എത്രയാ സാറേ ഇവന് കൊടുക്കാന്ന് പറഞ്ഞത്? 60 ലക്ഷം. അത് കുറഞ്ഞു പോയല്ലോ. ഒരു കോടിയെങ്കിലും കൊടുക്കണ്ടേ? മഹാലക്ഷ്മി മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്ന സത്യം കണ്ണൻ സാറിനെ അറിയിക്കാതിരിക്കാൻ നീ ഇട്ട വിലയാണ് 60 ലക്ഷം അല്ലേ? 1 ടൈം സെറ്റിൽമെന്റ്. മോനെ അനന്തു, ഇനി ബാക്കിയൊക്കെ ഇവർ സെറ്റിൽ ചെയ്യും. ചെന്ന് വാങ്ങിച്ചോ. അല്ല മോനെ അനന്തു, നീ പോ മോനെ. മോനെ ലോപ്പസേ, നമുക്കങ്ങ് സെറ്റിൽ ചെയ്യാം അല്ലേ? ആ, പിന്നെ മൊത്തത്തിൽ അങ്ങ് സെറ്റിൽ ചെയ്യാം. നിനക്ക് 1 ടൈം സെറ്റിൽമെന്റ് അല്ലേ? ആ, ഇനി മതി. ഇങ്ങോട്ട് നീ കരുതിയോ നിന്റെ ഭീഷണിക്കുമ്പി ഞങ്ങളെല്ലാരും തളർന്നു പോകുന്നു? നിനക്ക് 60 ലക്ഷമല്ല, 1 കോടി തന്നാലും പണമുണ്ടാക്കാൻ നിനക്കൊരു മാർഗം ഒത്തു വന്നാ നീ വീണ്ടും വീണ്ടും പണം ചോദിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനൊരു സെറ്റിൽമെന്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പിന്നെ കണ്ണനോട് നീ ഏതാണ്ടൊക്കെ പറയുമെന്നാണല്ലോ പറഞ്ഞത്. പറഞ്ഞോ? അപ്പോ കണ്ണൻ എങ്ങനെയാ പ്രതികരിക്കുന്നെന്ന് നിനക്ക് മനസ്സിലായിക്കോളും. കയറിപ്പെടാ. സാറ് വന്ന് തടസ്സം പിടിച്ചോണ്ടാ, അല്ലെങ്കിൽ അവനെ വീണ്ടും വീൽ ചെയറിൽ ഇരുത്തായിരുന്നു. അതെ അതെ, അവനൊക്കെ ഇറങ്ങി നടക്കുമ്പോഴല്ലേ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്. ഒരുപാട് മോഹിച്ചു വന്നതല്ലേ, കിട്ടേണ്ടത് കിട്ടിയല്ലോ, അത്ര മതി. ആ ആക്സിഡന്റില് ഇവൻ എന്തെങ്കിലും പങ്കുണ്ടാവോ സാറേ? അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല. ഇവനും പ്രതാപനും ഒക്കെ പഴയ കൂട്ടുകാരാണെന്ന മഹാലക്ഷ്മി പറയുന്നത്. അങ്ങനെയെങ്കിൽ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മൊത്തത്തിൽ വിഴുങ്ങാൻ വേണ്ടിയിട്ട് ഇവൻ അങ്ങനെ ഒരു ആക്സിഡന്റ് പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അന്നത്തെ കാലത്ത് ഇങ്ങനെയാണ് ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ അവൻ അതല്ല അതിനപ്പുറവും ചെയ്യും. ഇനി നമ്മൾ സംശയിക്കുന്ന പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ അറിയും.
അല്ലെങ്കിൽ കണ്ണന്റെ അച്ഛൻ തന്നെ നമ്മളെ അറിയിക്കും.